പ്രകാശത്തിന്റെ പുത്രൻ എന്നറിയപ്പെടുന്ന വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ഓഗസ്റ്റ് 11-ന് ആഘോഷിക്കുന്നു. അസിസിയിലെ പ്രഭു കുടുംബത്തിൽ 3 പെൺമക്കളിൽ ഒരാളായി ക്ലാര ജനിച്ചു. ഈശോയെ മണവാളനായി സ്വീകരിക്കാൻ കൊതിച്ച ക്ലാര അസിസിയിലെ ഫ്രാൻസിസിന്റെ ഉപദേശം രഹസ്യമായി ആരാഞ്ഞു. ഒരു ഓശാന ഞായറാഴ്ച വൈകുന്നേരം അവൾ വീട് വിട്ടിറങ്ങി ഫ്രാൻസിസിന്റെ ആശ്രമത്തിലെത്തി. അവിടുത്തെ ചാപ്പലിന്റെ മുൻപിൽ മുട്ടുകുത്തി മെഴുകുതിര കത്തിച്ച് പരിശുദ്ധാത്മാവേ വരിക എന്ന ഗാനം അവൾ ആലപിച്ചു. വിലയേറിയ വസ്ത്രങ്ങൾ മാറ്റി സന്യാസിമാരുടെ പരുക്കൻ വസ്ത്രവും ശീലവസ്ത്രവും അവൾ ധരിച്ചു. ഫ്രാൻസിസ് അവളുടെ സ്വർണ്ണത്തലമുടി മുറിച്ചു മാറ്റി. അന്ന് അവൾക്ക് 18 വയസ്സ് പ്രായമായിരുന്നു. ഫ്രാൻസിസ് അവളെ ബെനഡിക്റ്റിൻ സന്യാസിമാരുടെ ആശ്രമത്തിലേക്ക് അയച്ചു. വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാൻ വന്ന ബന്ധുക്കൾ മുടി മുറിച്ചു മാറ്റിയത് കണ്ട് പിന്മാറി. അധികം താമസിയാതെ സാന്റമിയാനോയിലെ പുതിയ മഠത്തിലേക്ക് ക്ലാരയെ മാറ്റി താമസിപ്പിച്ചു. ക്ലാരയുടെ അമ്മയും സഹോദരിമാരും ഏതാനും സ്ത്രീകളും പുതിയ സന്യാസി സഭ രൂപം കണ്ടു, ഓർഡർ ഓഫ് പ്യൂർ ലേഡീസ്. അവർ കാലുറയും പാദരക്ഷകളും ഉപേക്ഷിച്ചു. മാംസാഹാരം തീർത്തും ഉപേക്ഷിച്ചു. വെറും തറയിൽ കിടന്നുറങ്ങി. അത്യാവശ്യത്തിന് മാത്രം സംസാരിച്ചു. ക്ലാര സഭ അതിവേഗം വളർന്നു. ഒരിക്കൽ സൈന്യം മഠത്തെ ആക്രമിച്ചപ്പോൾ വിശുദ്ധ ക്ലാര വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശത്രുക്കൾ ഭയന്ന് ഓടിപ്പോയി എന്നാണ് ചരിത്രം പറയുന്നത്. 28 വർഷം രോഗിണിയായി കിടന്ന വിശുദ്ധ ക്ലാര അവസാന കാലത്ത് കഴിച്ചിരുന്നത് വിശുദ്ധ കുർബാന മാത്രമായിരുന്നു. എന്നെ സൃഷ്ടിച്ച ദൈവമേ, നിനക്ക് സ്തോത്രം. ഇതായിരുന്നു ആ പുണ്യവതിയുടെ അവസാന വാക്കുകൾ. 59-ാമത്തെ വയസ്സിൽ ശാന്തമായി ക്ലാര ഈ ലോകത്തെ വിട പറഞ്ഞു. അലക്സാണ്ടർ 4-ാമൻ മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. പിയൂസ് 12-ാമൻ മാർപ്പാപ്പ ക്ലാരയെ വിശുദ്ധ ക്ലാരയെ ടെലിവിഷന്റെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചു. ജയ് ക്രൈസ്റ്റ്.